വന്ദേ മാതരം. ഈ FCRA ബില്ലിലെ ഇഷ്യൂ എന്താണെന്നേ, FCRA മാത്രമല്ല, പണ്ടത്തെ ആംഗ്ലോ ക്രൈസ്തവ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വിഘടിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് ഈ തിമോത്തി ഇനീഷ്യേറ്റീവ്, അങ്ങനെ കുറേ ടീമുകൾ. അതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതെന്തിനാണ് ഇവർ BJP ഗവൺമെൻറ് പേടിക്കുന്നത്? നിങ്ങൾക്കല്ല അംഗസംഖ്യ കൂടുതൽ, നിങ്ങളല്ലേ ജയിച്ചിരിക്കുന്നത്. FCRA എന്തിനാ മാറ്റം വരുത്തുന്നത്? ആ ഒരു മാറ്റം വരുത്തണ്ട, അത് അങ്ങോട്ട് നടപ്പിലാക്കുക. ആരാണ് എതിർക്കുന്നത്? ഈ മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനെ പ്രേരിപ്പിച്ച് കുടുംബാധിപത്യം സ്ഥാപിച്ചു എന്ന് പറയുന്നു. ജവഹർലാൽ നെഹ്റു ഇന്ദിരയെ കൊണ്ടുവന്നു, ഇന്ദിര രാജീവിനെ കൊണ്ടുവന്നു, രാജീവ് സോണിയാഗാന്ധിനെ കൊണ്ടുവന്നു, സോണിയ രാഹുലിനെയും പുത്രിയെ പ്രിയങ്കയെയും കൊണ്ടുവന്നു. അതിൽ സഞ്ജീവ് ഗാന്ധി ഉണ്ടായിരുന്നല്ലോ, ആളെ കാണാനില്ല. പിന്നെ FCRA പാസ്സാക്കണം. അവിടെ എന്തോ നമ്മുടെ രാജ്യസഭ ലോക്സഭയിൽ, അതായത് ഒരു 10 അംഗസംഖ്യയാണ് മൊത്തം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 BJPക്ക് 3 ഇതര സഖ്യത്തിനെന്ന് വിചാരിക്കുക. 10 നമ്മളൊരു അടിസ്ഥാന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഇത് പാസ്സാക്കണമെങ്കിൽ ഒന്നുകിൽ ഇവർ എതിർക്കണം. ആരാണ് എതിർക്കുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ വിഷമങ്ങൾ പറയാനുള്ള ഒരു കാര്യം കണ്ടെത്തണം. അല്ലാണ്ട് അങ്ങോട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുക, ഏജൻറ്റുമാരിരിക്കണ പോലെ രാജ്യസഭയിലെ ആൾക്കാർ ഇരിക്കരുതല്ലോ. എതിർക്കണത് ഈ കുടുംബാധിപത്യത്തിൻ്റെ അറ്റത്ത് നിൽക്കണ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വേണുഗോപാൽ, ഇവിടെയുള്ള ഹൈബി ഈഡൻ, പിന്നെ ഈ തിരുപ്പറംകുன்றത്തിൽ മുരുകഭക്തരെ ചതിച്ച DMKയിലെ കുറച്ച് ആൾക്കാർ, ഇവരൊക്കെയാണ് എതിർക്കുന്നത്. ബ്രിട്ടാസ്. FCRA എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത്? എന്താണ്? എന്തോ തെറ്റുണ്ടല്ലോ, അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പാർലമെൻറ്റിൽ FCRA പാസ്സാവില്ലേ? ഒരു തെറ്റ് പറ്റി. നമ്മുടെ പ്രീണന രാഷ്ട്രീയം മൂലം നമ്മുടെ കേരളത്തിലെ ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികൾ, അവർക്കൊന്നും FCRA എന്താണെന്നോ അങ്ങനത്തെ യാതൊരു പക്ഷേ ഇവരുടെ മതവിശ്വാസം എന്ന് പറഞ്ഞാലും ഈ മുകളിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭീകരമായിട്ട് 24 മണിക്കൂറുള്ളിടത്ത് 60 മണിക്കൂർ മതത്തിൻ്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരാണ് ഇവർ. ഈ FCRA എന്താണെന്ന് ഒരു കൃത്യമായിട്ട് അറിയാം കുറേ ആൾക്കാർക്ക്. ഈ FCRA അല്ലെങ്കിൽ തിമോത്തി ഇനീഷ്യേറ്റീവ് എങ്ങനെ മാവോയിസ്റ്റ് മേഖലകളിൽ എങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് മാവോയിസ്റ്റുകൾ ഇവർ കൂട്ടുകൂടുന്നു, എങ്ങനെ മാവോയിസ്റ്റുകളെ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ, വനവാസികളെ എങ്ങനെ മതം മാറ്റുന്നു, എല്ലാത്തിനും ചരിത്രം, കാര്യങ്ങളും ശാസ്ത്രമൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പറയാൻ ഇത്തിരി അറപ്പും വെറുപ്പുണ്ടെന്നുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് FCRA പാസ്സാക്കൂ. ഞാനല്ല നിങ്ങളുടെ കൂടെ ഉള്ളത് സാർ, മോദി സാർ, അമിത്ഷാ സാർ. FCRA പാസ്സാക്കൂ. ഒരു വകുപ്പ് എടുത്ത് കളയണ്ട, എല്ലാ വകുപ്പോടുകൂടിയും പാസ്സാക്കൂ. അവരെന്താണ് ഈ പറയുന്നത്? ആതുര സേവനം മറ്റേ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സർക്കാർ പിന്നെ എന്തിനിരിക്കുന്നത്? അതാണ് ഈ കോൺഗ്രസ് നശിപ്പിച്ചു വെച്ച ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് ആരോടും വിഷമമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ധർമ്മത്തിലൂടെ FCRA പാസ്സാക്കുക. FCRA പാസ്സാക്കാൻ കാത്തിരിക്കുന്ന സ്മൈലി. പിന്നെ പറ്റുമെങ്കിൽ ഈ സയൻറ്റിസ്റ്റിന് ഒരു 1,00,000 രൂപയുടെ ഒരു മുദ്രാ ലോൺ പാസ്സാക്കി തരിക. അത് നിങ്ങൾ ആരെങ്കിലും ഇതിന് മുൻകൈ എടുക്കൂ. ഇവിടെ എന്നോ എന്നെ ബലിമൃഗമാക്കുക, അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഇവർ. പിന്നെയുള്ളത്, ഞാൻ ഇതൊരു കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ ട്യൂഷൻ സെൻ്റർ ആക്കിയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാമെന്നുള്ളതാണ്.
എനിക്കത് ഇപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. എനിക്ക് ആർക്കും ഫേവറായിട്ട് സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ ഫേവറായിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ രാജ്യത്തിൻ്റെ ഫേവർ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുത്വയാണ്. അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. ഇപ്പോൾ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. ജോലിക്ക് എന്ത് ജോലിയാണെങ്കിലും ചെയ്യേണ്ടതെന്നും കൂടി ഇല്ലേ? എൻ്റെ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എൻ്റെ ജോലി. പരിഹാരം കണ്ടെത്തുക, ഗവൺമെൻറ്റിനെ അറിയിക്കുക, സോഷ്യലിസം നടപ്പിൽ വരുത്തുക, ഹിന്ദുരാഷ്ട്രം ധർമ്മരാഷ്ട്രം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനതൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പാണ് എനിക്കിതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗ്രൂപ്പിൽ ആരെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഒരു കൂട്ടുകാരൻ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ ലോകത്തെ വിളിച്ച് പറയുന്ന രീതിയിൽ AI പോലെയാണ് ഒരു ദുഷ്ട ഗ്രൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഊണ് ഉറക്കമില്ലാണ്ട് എൻ്റെ മൊബൈൽ മാത്രം അറിഞ്ഞ് എൻ്റെ മുകളിൽ നിൽക്കുന്ന യാതൊരുക വിദ്യാഭ്യാസമോ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പൊട്ട സമൂഹം. അവരൊരു ഗ്രൂപ്പിനോട് എനിക്ക് ഭയങ്കര ഇതുണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പേഴ്സണൽ കളിയാണ് കളിച്ചത്. അപ്പോൾ അനുഗ്രഹിക്കൂ ബ്രാഹ്മണന്മാരെ, ഒരു ജീവിതമാർഗ്ഗം റെഡിയാക്കി തരൂ. അത് യൂട്യൂബ് ചാനലൊന്ന് ഹിറ്റാവാനായിട്ട് ഒരു ക്യാമറയും ഒരു ലാപ്ടോപ്പും അർജൻറ്റായിട്ട് വേണം. അപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്താലൊന്നും ആലോചിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ മുദ്രാ ലോണിനായിട്ട് പ്രിയപ്പെട്ട മോദി, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, എനിക്കൊരു ചെറിയ മുദ്രാ ലോൺ ഒന്ന് റെഡിയാക്കി തരൂ. ഞാൻ ഈ രാജ്യത്തൊരു ജനല്ലേ. ഞാൻ എത്രയോ ഇൻഫർമേഷൻ താങ്കൾക്ക് തന്നു, എത്ര നല്ല ക്ലാസ്സുകൾ തന്നു രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം എന്നത് ചെറിയൊരു സഹായം എനിക്ക് തിരിച്ച് ചെയ്തു കൂട്ടാ നിങ്ങൾക്ക്. എന്നെ എന്തിനാണ് ഈ ബാങ്കുകാർ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്ക് ധർമ്മരാഷ്ട്രം ഉണ്ടാക്കണം, സോഷ്യലിസം നടപ്പിൽ വരുത്തണം, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തണം. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ മോദി ഇപ്പം എന്നെ ഇഷ്ടമായിട്ട് എന്നെ വിളിക്കുകയെന്ന് വിചാരിക്കും. എൻ്റെ അഡ്രസ്സിലേക്ക് കത്തയച്ച് വരൂ പ്രധാനമന്ത്രിക്ക് താങ്കളെ കാണണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് കയറി താങ്കളെ കാണാൻ വരാൻ പേടിയാന്ന് അങ്ങനെ ആക്കിയെടുത്തു തന്നെ. ഈ കുറച്ച് കാര്യങ്ങൾ പറയണവരെ ഒരു 10-20 ക്ലാസ് കഴിയണവരെ എനിക്ക് വേറെ ആരെ കാണാനോ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് എനിക്ക്. പിന്നുള്ളത് പുതിയ പാർട്ടി ഉണ്ടാക്കല, അതും ഇപ്പോൾ സാധിക്കുമെന്ന് തോന്നണില്ല. പക്ഷേ ദേവസ്വം ബോർഡ്, അത് നിങ്ങൾ രണ്ടാളും ആലോചിച്ചോളൂ. ദേവസ്വം ബോർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ പവിത്രതയാണ് അമ്പലങ്ങൾ. അത് നശിപ്പിക്കാനായിട്ട് ഒരാളെ അനുവദിക്കരുത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് പിടിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല. FCR ഒക്കെ സിമ്പിളായിട്ട് പാസ്സാക്കും. FCR അവർ വോട്ട് ചെയ്തില്ലെങ്കിലും ഇനി കുഴപ്പമില്ലെന്ന് വിചാരിക്കും. അത് കാരണമാണല്ലോ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് പാസ്സാക്കാണ്ടിരുന്നത്. FCR ഈ BJPക്കാർക്ക് വോട്ട് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു തെറ്റ് പറ്റിയത്. അത് അന്ന് ചെയ്യേണ്ടതായിരുന്നു. അത് പാസ്സാക്കിയില്ലെങ്കിലും വേറൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. എങ്കിൽ തന്നെയും അത് പാസ്സാക്കുന്നതാണ് നല്ലത്. എല്ലാ ശക്തി എടുത്തും FCR പാസ്സാക്കും. നമ്മുടെ രാജ്യത്തെ വിധ്വംസക ശക്തികളുടെ ഏറ്റവും മൂർത്തീകരിച്ച ഭാവമാണത്. ദാറ്റ് ഇവാഞ്ചലിസ്റ്റ് വർഗീയ എന്നല്ല, ഇവാഞ്ചലിസ്റ്റ് സാമ്രാജ്യത്വം. അംബേദ്കറിനെ വരെ ഇല്ലാണ്ടാക്കിയൊരു വലിയ ലോകമാണ് അതവർ. ആംഗ്ലോ ക്രിസ്ത്യൻ സാമ്രാജ്യത്വം. നെഹ്റുവിന് കുടുംബാധിപത്യത്തിൻ്റെ നട്ടെല്ലാണ് അവർ. അപ്പോൾ ശരി, വന്ദേ മാതരം, വന്ദേ മാതരം.